നിങ്ങളുടെ പുറപ്പാടുകൾക്കെതിരെ, പുരോഗമനങ്ങൾക്കെതിരെ, നിങ്ങളുടെ ദൗത്യങ്ങൾക്കെതിരെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ, ആ പേരിനെ നശിപ്പിക്കത്തക്ക വിധത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടും. തകർക്കത്തക്ക വിധത്തിൽ, ആത്മീയ വീര്യത്തെ കെടുത്തത്തക്ക വിധത്തിൽ തന്ത്രങ്ങളെ മെനഞ്ഞുണ്ടാക്കും. ചെറിയ കാര്യമല്ല. ഒറ്റ കാര്യ, തല ഉയർത്തരുത്. ചിലരുടെ ചിന്ത എന്ന് പറയുന്നത്, എനിക്കില്ല നിനക്കും വേണ്ട, ഞാൻ ചെയ്യുന്നില്ല നീയും ചെയ്യണ്ട, ഞാൻ അനുഭവിക്കുന്നില്ല നീയും അനുഭവിക്കണ്ട, എനിക്ക് ആ സന്തോഷം ഇല്ല നിനക്കും ആ സന്തോഷം വേണ്ട, ഞാൻ അനുഭവിക്കാത്തതൊന്നും നിനക്ക് ഒരു കാരണവശാലും ഉണ്ടാകരുത്. അതിനവർ അനേക ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിച്ച് അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരും. ഈയല് ചെന്ന് തീക്കകത്ത് വീഴുന്നത് പോലെ ചില മനുഷ്യർ അതിനകത്ത് ചെന്ന് വീഴും. ഞാന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് തരുന്ന നിയോഗത്തിൽ നിന്ന് പറയാം. നിങ്ങൾക്കെതിരെ ഉയർത്തിവിടുവാൻ ശത്രുമണ്ഡലങ്ങൾ തയ്യാറാക്കുന്ന സകല വ്യാജ ആരോപണങ്ങളെയും ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ബ്രേക്ക് ചെയ്തോണം. സകല വ്യാജ തന്ത്രങ്ങളെയും ഇന്ന് പ്രഭാതത്തിൽ ആത്മാവിൽ കട്ട് ചെയ്യണം. അത് നിങ്ങൾക്കെതിരെ മാത്രമല്ല, നിങ്ങളുടെ മിനിസ്ട്രിക്കെതിരെ, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ, നിങ്ങളുടെ ബിസിനസ്സിനെതിരെ, നിങ്ങളുടെ ദൗത്യങ്ങൾക്കെതിരെ, നിങ്ങളുടെ സമർപ്പണങ്ങൾക്കെതിരെ, നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾക്കെതിരെ എല്ലാം ഈ കാര്യങ്ങൾ ഉയർന്നേക്കാം. അതിനെ ബ്രേക്ക് ചെയ്യണം. ഞാൻ പറയാം, എല്ലാ അന്യായമായി എഴുന്നേറ്റ് വരുന്നതെല്ലാം പ്രാർത്ഥനാ മുറിയിൽ കൃത്യമായി അതിനെ തകർക്കേണ്ടുന്നത് ആവശ്യമാണ്. അതിനെ അഴിച്ചുവിടേണ്ടുന്നത് ആവശ്യമാണ്. കർത്താവ് പറയുന്നു, ഇതാണ് കുഞ്ഞെ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. നീ വെറുതെ അന്യഭാഷ പറയുന്നതും, നീ വെറുതെ കൈയടിക്കുന്നതും, നീ വെറുതെ ബഹളം ഉണ്ടാക്കുന്നൊന്നുമല്ല. നീ ഉപവസിച്ചിട്ട് എഴുന്നേൽക്കുമ്പോൾ ചിലത് അഴിഞ്ഞു മാറണം. ഇവിടെ അന്യായമായ ആ ചങ്ങലകൾ, ആ ദുഷ്ടതയുടെ ചങ്ങലകൾ, ആ വിക്കറ്റ്നെസിന്റെ ചെയിൻസ് യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടണം.